എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഓൺലൈൻ പർച്ചേസിങ് ആപ്പായിട്ടുള്ള ഫ്ലിപ്കാർട്ടിനെ പറ്റിയിട്ടാണ്. ഇത് ഒരുപാട് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്കൊരു സാധനം മാറ്റി വാങ്ങിക്കണമെങ്കിലോ, നമ്മളൊരു സംഭവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്യണമെങ്കിലോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ വാട്സപ്പ് ആയാലും അതുപോലെയുള്ള അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണ പോലെ തന്നെ നമ്മളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്തിട്ട് നമ്മൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ ഫോണിലേക്ക് ഒരു OTP കോഡ് വരും. അത് വെച്ചിട്ട് നമ്മൾ ഈ അക്കൗണ്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. നിസ്സാര സ്റ്റെപ്സാണ്. നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ചോദിക്കുന്നുള്ളൂ, അറിയാത്തതൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇത് സൈൻ ഇൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും വെച്ച് സൈൻ ഇൻ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഇങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പറ്റും. അതുപോലെ സെർച്ച് ഫോർ പ്രൊഡക്ട്സ് എന്നുള്ളത് കൊടുത്താൽ സെർച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാസറോൾ സെറ്റാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കാസറോൾ സെറ്റ് ഇവിടെ കണ്ടിട്ടുണ്ട്. ഇതൊരു 10% ഓഫിലാണ് ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 3 എണ്ണമുള്ള ഒരു കാസറോളിൻ്റെ കോംബോ പാക്കാണ് ഇതിലൂടെ കാണിച്ചിരിക്കുന്നത്. പല കളറിലുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിലോട്ടൊന്ന് പോവാം. ഇപ്പോൾ 599 രൂപയുടെ 3 എണ്ണമുള്ള കാസറോൾ ഐറ്റമാണ്. അപ്പോൾ നോക്കുമ്പോൾ അതിന് 4 കളർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കളറുകൾ മാറ്റി നോക്കാം. അപ്പോൾ നീലയുടെയാണ് ഉള്ളത്, ലൈറ്റ് ബ്ലൂ ആണിത്. പിന്നെ ഒരു വൈറ്റും റെഡും കൂടി ഒരു കോമ്പിനേഷൻ ഉണ്ട്, വൈറ്റും യെല്ലോ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിന് താഴെ നോക്കുമ്പോൾ റേറ്റിംഗ് 4 സ്റ്റാർ ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു റേറ്റിംഗ് ആണ്. പിന്നെ നമ്മൾക്ക് അവിടെ ഇത് വാങ്ങിച്ചിട്ടുള്ളവരെ റിവ്യൂ നമുക്ക് വായിക്കാനും പറ്റും. റിവ്യൂ ഫോട്ടോസായിട്ടും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് കളറിലുള്ള, അതായത് നമ്മളിപ്പോൾ അവിടെ കാണിക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾക്ക് ഇതിൽ വരിക. അപ്പോൾ നമ്മൾക്ക് ഇവിടെയുള്ള സംഭവമാണ് സിൻസിയർ ആയിട്ടുള്ള സംഭവം. അപ്പോൾ നമ്മൾ ഇതിലെപ്പോഴും റിവ്യൂ നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല കാസറോൾ, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അതുപോലെ എല്ലാവരും അതിൽ നല്ല പ്രോഡക്റ്റ് ആണെന്ന് തന്നെയാണ് അഭിപ്രായം കൊടുത്തിരിക്കുന്നതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫോട്ടോയും റിവ്യൂവും നമ്മളും ഇട്ട് കൊടുക്കണം. അത് മറ്റുള്ളവർക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാവണമെങ്കിൽ ആവട്ടെ. ഇപ്പോൾ കണ്ടോ, ഒരുപാട് പേര് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്യാൻ പോകണം. അതിന് താഴെയായിട്ട് ബൈ നൗ എന്നുള്ളത് അടിച്ചു കൊടുത്തു. അപ്പോൾ ഡെലിവറി ഫ്രീ ആണ്. കാരണം അഷ്യൂർഡ് ആയിട്ട് ആയതുകൊണ്ട്. ഫ്ലിപ്കാർട്ടിലെ അഷ്യൂർഡ് ആയിട്ട് ആണെങ്കിൽ 500 രൂപയുടെ മുകളിലാണെങ്കിൽ നമുക്ക് ഡെലിവറി ഫ്രീ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക. അല്ല നമ്മൾക്ക് അഡ്രസ്സ് മാറ്റി കൊടുക്കണം, വല്ല ഫ്രണ്ട്സിന് വേണ്ടിയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേഞ്ച് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സിലേക്ക് തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമ്മളത് അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ളത് അടിച്ചു കൊടുക്കുക. അതൊന്ന് ലോഡിങ് ആയി വരണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരം പേയ്മെൻ്റ് ആണെന്ന്, ഞാൻ എപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറിയാണ് പ്രിഫർ ചെയ്യാറ്. അത് കഴിഞ്ഞ് ഈ കോഡ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 978 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് തെറ്റാതെ അതേപോലെ അവിടെ ടൈപ്പ് ചെയ്തിട്ട് കൺഫേം ഓർഡർ, നമ്മൾ ഓർഡർ കൺഫേം ആയെന്ന് പറഞ്ഞൊരു SMS വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണം അന്ന് രാവിലെ ഇങ്ങനൊരു മെസ്സേജ് വരും. അതിൻ്റെ കൂടെ ഇങ്ങനൊരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറിൽ നമ്മളൊന്ന് കോൾ ചെയ്തതിന് ശേഷം നമ്മൾ 3 പിൻ നമ്പർ കണ്ടില്ലേ, 130 എന്ന് പറയുന്ന ആ ഒരു പിൻ നമ്പർ കണ്ടില്ലേ, ആ പിൻ നമ്പർ ഡയൽ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോൺ നമ്പർ ഡയൽ ചെയ്യുക. അപ്പോൾ ആ റിങ് ചെയ്തിട്ട് കോള് പോണത് നമ്മളുടെ വീട്ടിലേക്ക് അന്ന് ഡെലിവറി വരാൻ പോണ ആ ഡെലിവറി ബോയ്ക്കായിരിക്കും കോള് പോവുക. അപ്പോൾ അന്ന് നമ്മൾ വീട്ടിലില്ലാത്ത സാഹചര്യമാണെങ്കിലോ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കൊടുത്ത് ഏൽപ്പിക്കണം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലൊക്കെ നമുക്ക് ആളോട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന ഒരു ദിവസം, ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു ഈ സംഭവം ഡെലിവറി വന്നത്. അപ്പോൾ വലിയൊരു ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സിലാണ്, അതുപോലെ തന്നെ മിൽട്ടൻ്റെ അവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് ഐറ്റം വന്നത്. അതൊരു ഡാമേജ് ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ടുള്ള പാക്കിങ്ങിലായിരുന്നു കിട്ടിയിട്ടുണ്ടായേ. അപ്പോൾ അതിൻ്റെ പുറമേ ഒരു മഞ്ഞ കളറിലുള്ള കാസറോളിൻ്റെ ഫോട്ടോ ആയിരുന്നു എന്ന് വെച്ചാലും നമ്മൾക്ക് ഓർഡർ ചെയ്ത അതേ കളറിലുള്ള ഐറ്റം തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതൊന്ന് പാക്ക് പൊട്ടിച്ച് നോക്കാം.
അപ്പോൾ അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഓരോന്നിലും ഇത്ര ക്വാണ്ടിറ്റിയാണ് അതിൽ കൊള്ളുക എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സൈസിലുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ആ ഏറ്റവും ചെറിയ കാസറോൾ എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. പിന്നെ ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അതിൽ വൈകിട്ടത്തേക്ക് എടുത്തു വയ്ക്കാനും പിന്നെ എടുത്തു വയ്ക്കുന്നത് റവ കൊണ്ട് ഞാനൊരു നൂൽപുട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾക്ക് പിന്നീട് ചൂടാറാതെ എടുത്തു വയ്ക്കാനൊക്കെ ആയിട്ട് കുറച്ചൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റിയ നല്ലൊരു പാത്രമാണ്. അതുപോലെ ഡൈനിങ് ടേബിളുമ്പോൾ നമുക്ക് കറികളൊക്കെ ആയിട്ട് സെർവ് ചെയ്യാനായിട്ടായാലും നല്ല രസമാണ്. വലിയ പാത്രത്തിൽ ഒക്കെ നല്ലോണം കൂടുതൽ ക്വാളിറ്റികളും നല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മോന് വേണ്ടിയിട്ട് ഒരു ബനിയൻ സെറ്റ് ഓർഡർ ചെയ്തതാണ്. ഒരു 5 ബനിയനും ട്രൗസറും കൂടിയിട്ടുള്ള 5 സെറ്റ് 1405 രൂപയ്ക്കാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇപ്പോൾ നമ്മൾക്ക് ആ ഡിസ്പ്ലേയിൽ കാണിച്ച അതേ കളറിൽ ഉള്ള ഐറ്റംസ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കളറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇപ്പോൾ 7 വയസ്സിൻ്റെ ഏജാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ട് താഴെയുള്ള സൈസ് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് 7 വയസ്സിൻ്റെ അത്ര വലിപ്പം ആവശ്യമില്ല. എന്നാലും ചില കമ്പനിക്കാരുടെ അത് കറക്റ്റ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ വല്ലാതെ അതൊന്നും വലിച്ചിട്ട് നോക്കണില്ല, കാരണം അവന് സൈസ് ഫിറ്റ് ശരിയാവോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ അത് നീളം കൊണ്ടായാലും വണ്ണം കൊണ്ടായാലും അവൻ്റെ മുക്കാൽക്ക് അവന് നീളം കൂടുതലാണ്, വലിപ്പം കൂടുതലാണ്. ഞാൻ എന്നാലും എൻ്റെ മേലൊന്ന് കൊണ്ടുപോയി വെച്ച് നോക്കിയിട്ട് വരാം. ആൾക്ക് നല്ലോണം വലിപ്പം ഇതിൽ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കേടുപാടുകളൊന്നും വരുത്താണ്ട് കൈയോടെ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് വയ്ക്കാം. അത്രയ്ക്കൊക്കെ ഇറക്കേ അവന് ആവശ്യമുള്ളൂ. ഇത് ഒരുപാട് വലിപ്പമുണ്ട്. ഒരു 10 വയസ്സൊക്കെ ആയ കുട്ടിക്ക് ഇഷ്ടംപോലെ വലിപ്പം ഉണ്ടാവും എന്ന് തോന്നുന്നു ഇത്. അല്ലാണ്ട് 7 വയസ്സുള്ള കുട്ടികൾക്ക് ഇത്ര വലുതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിത് അധികം അതിൻ്റെ ടാഗൊന്നും കളയാതെ സ്റ്റിക്കറൊന്നും പൊട്ടിച്ചിട്ടില്ല, അഴിച്ചിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മളധികം കേട് വരുത്താതെ ഞാൻ ഇട്ട് നോക്കിയ കൂടിയില്ല, അവൻ്റെ മേൽ വെച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ആ പാക്കറ്റിൽ കണ്ടോ, ടാഗൊന്നും പൊട്ടിക്കരുത്. ഇപ്പം നമ്മൾക്ക് അതിൽ വന്നിരിക്കുന്ന മെഷർമെൻറ്റ് 70 എന്നാണ് വന്നിരിക്കുന്നത്. 70 സെൻറ്റിമീറ്റർ എന്നാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാതും കളർ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, സെയിം സൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് വെറുതെ തുറന്ന് നോക്കിയിട്ട് നമ്മളതിൻ്റെ മുഴുവനും തുറന്ന് നോക്കി അതൊക്കെ ചുളിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഈ ഡെലിവറി റിട്ടേൺ ചെയ്യണ ഐറ്റമായിരിക്കും വേറൊരു കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അവർക്കായാലും ഇങ്ങനെ മുഷിഞ്ഞിട്ടുള്ളൊരു ഐറ്റം കൊടുക്കാൻ പാടില്ലല്ലോ. ഞാൻ വല്ലാതെ ഇങ്ങനെ കേട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്തിട്ട് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇതിപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തിരിച്ച് അതേ പാക്കറ്റിൽ ആക്കി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ആ ഓർഡർ ഒന്ന് ഇത് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓർഡർ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതിന് താഴെ റിട്ടേൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിൽ പ്രസ് ചെയ്താലാണ് ബാക്കി ചെയ്യാൻ പറ്റുക. അപ്പോൾ റിട്ടേണിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. റീസൺ ഫോർ റിട്ടേൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഒരു ട്രയാങ്കിളിൻ്റെ സൈൻ കാണുന്നുണ്ട്. നമ്മൾ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റീസൺസ് അങ്ങനെ താഴേക്ക് വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള റീസൺ തന്നെ പറയണം. ഇവിടെ ഐറ്റം നോ ലോങ്ങർ വാണ്ടഡ്, ഐറ്റം ഓർ പാർട്ട് വാസ് ബ്രോക്കൺ, ഡാമേജ് ഓർ അറൈവൽ, അങ്ങനെ നമുക്ക് എന്താണ് കറക്റ്റ് റീസൺ എന്നുണ്ടെങ്കിൽ അത് പറയണം. ഇപ്പോൾ നമുക്ക് സൈസ് ഫിറ്റ് കറക്റ്റ് അല്ലെങ്കിൽ കൂടി അതിൻ്റെ കളർ വേറെയാണെങ്കിൽ ആ കളർ വേറെയുള്ള കാര്യമാണ് പറയേണ്ടത്. ഇനി ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വേറെ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഡ്രസ്സിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് സൈസിൻ്റെയാണ്. അപ്പോൾ സൈസ് ഫിറ്റ് ഇഷ്യൂ എന്നുള്ള ഓപ്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് താഴെ വീണ്ടും മോർ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ വീണ്ടും സൈസ് ലാർജർ എന്ന് നമ്മൾ കൊടുക്കുക. അതിനുശേഷം കമൻറ്റ്സ്, നമ്മളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ചുരുങ്ങിയ വാക്കുകളിൽ അതും കൂടി ടൈപ്പ് ചെയ്യുക. ഞാൻ ലാർജ് സൈസ് എന്നാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അവിടെ വാട്ട് ഡു യു വാണ്ട് ഇൻ റിട്ടേൺ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിട്ടേൺ ചെയ്യേണ്ട മോഡ് ഏതാണെന്നാണ് ചോദിക്കേണ്ടത്. അതായത് നമുക്ക് പൈസയായിട്ട് റിട്ടേൺ ചെയ്യണോ അതോ വേറെ ഐറ്റം നമുക്ക് മാറ്റി തരണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ റീഫണ്ടാണ്, കാരണം ഇതിൻ്റെ ചെറിയ സൈസിലുള്ളത് അപ്പോൾ അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ റീഫണ്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവരെന്നോട് ബാങ്കിൻ്റെ IFSC കോഡും എൻ്റെ അക്കൗണ്ട് നമ്പറും ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ പുതിയ ആളാണെങ്കിൽ അവിടെ നമ്മളുടെ ഈ രണ്ടും ബാങ്ക് പാസ്ബുക്ക് നോക്കി തെറ്റാതെ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എനിക്കിവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ആയതുകൊണ്ട് ഞാൻ അവിടെ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടാണ് ഡെലിവറി ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവരാണല്ലോ പൈസ മുടക്കിയത് വാങ്ങിച്ചത്. അപ്പോൾ അവർക്ക് റീഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സുഹൃത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. അതായത് ആഡ് ന്യൂ അക്കൗണ്ട്, അവരുടെ IFSC കോഡും അവരുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ കയ്യിൽ പൈസ വരും. ഇപ്പോൾ ഈ കേസിൽ ഞാൻ പൈസ കൊടുത്തിട്ട് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുക്കണം. ഇപ്പോൾ ഇത് അടുത്തൊരു പേജിലേക്ക് പോകും. അതായത് നമ്മളുടെ ഈ റിട്ടേൺ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ താഴെ ആ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാനായിട്ട് പിക്കപ്പിന് വരുന്ന ഡേറ്റ് നമുക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിട്ടേൺ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു SMS കൂടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അതുമേയുള്ള എന്തെങ്കിലും സ്റ്റിക്കറുകളോ ടാഗുകളോ അങ്ങനെ ഒന്നും നശിപ്പിക്കാതെ നമ്മൾ അത് തിരിച്ചു കൊടുക്കാനായിട്ട് റെഡിയാക്കി വെക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പിക്കപ്പ് കഴിഞ്ഞ ശേഷം എനിക്ക് അരമണിക്കൂറിന് ശേഷം ബാങ്കിൽ നിന്ന് ഒരു SMS വന്നിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് ആയിട്ടുള്ള 1405 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ് അരമണിക്കൂർ മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ നമ്മളുടെ ബാങ്കിലേക്ക് അതിൻ്റെ ഡെലിവറി ചാർജ് അടക്കമുള്ള അതിൻ്റെ പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ സൈസ് എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തു. അപ്പോൾ മോന് വേണ്ടി അത് ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ നല്ല കറക്റ്റ് സൈസായിരുന്നു. അതിൻ്റെ എല്ലാ കളർ ചേഞ്ചും നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ഷൂ ഓഫറിൽ വന്നപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞങ്ങൾ ഓർഡർ ചെയ്തു വാങ്ങിച്ചിരുന്നു. ആ മോൾക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ആളുടെ കാലിൻ്റെ സൈസ് അനുസരിച്ച് അവർ പറഞ്ഞ മെഷർമെൻറ്റ് 39 അപ്പോൾ നമ്മുടെ പോലെ 8, 10 അങ്ങനത്തെ മെഷർമെൻ്റ് അല്ലായിരുന്നു. 38, 39 അങ്ങനത്തെ ഒരു ടൈപ്പ് മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രൊപ്പോർഷണലായിട്ടുള്ള സ്കെയിൽ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾക്ക് വന്ന ഓർഡറിൽ അതിൻ്റെ അളവ് വളരെയധികം ചെറുതായിരുന്നു. നമ്മൾ വാങ്ങിക്കണതിന് വളരെ ചെറുതായിരുന്നു. അപ്പോൾ അത് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അത് മോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതുപോലത്തെ ഡിസൈനും പ്രിൻറ്റും ഒക്കെ. അപ്പോൾ ഞങ്ങളത് ഞങ്ങളുടെ കറക്റ്റ് സൈസിനുള്ളത് മാറ്റി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റിട്ടേൺ അടിച്ചിട്ട് അതിന് റീസൺ കൊടുത്തു, സൈസ് വെയിറ്റ് ഇഷ്യൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സൈസ് സ്മോളർ എന്നുള്ള ഒരു റീസൺ കൊടുത്തു. അത് കഴിഞ്ഞ് കമൻസിലും നമ്മൾ അത് തന്നെ പറഞ്ഞാൽ മതി, സ്മോൾ സൈസ് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. കണ്ടിന്യൂ അടിച്ച ശേഷം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ബോക്സൊക്കെ കയ്യിലില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഓക്കെ അടിച്ചു. ഇനി നമുക്ക് ഏത് ടൈപ്പ് റിട്ടേൺ ആണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പൈസയല്ല നമുക്ക് ആവശ്യം, അതിൻ്റെ തന്നെ അടുത്ത അളവിലുള്ള ഷൂ ആയിരുന്നു നമുക്ക് ആവശ്യം. അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കളർ ഓക്കെ, ഞങ്ങൾക്ക് കളർ ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ സൈസ് 2 സൈസ് മാറ്റി കൊടുത്ത് 41 എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് കൺഫേം റിട്ടേൺ എന്നുള്ളത് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് നമ്മളുടെ വീട്ടിൽ നിന്ന് ആ പ്രോഡക്റ്റ് കൊണ്ടുപോകാൻ വന്ന അന്ന് തന്നെ നമുക്ക് പുതിയ പ്രോഡക്റ്റ് അവർ നമുക്ക് തരും. ഇപ്പോൾ ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ഇതിൽ പറയുന്ന ഏഷ്യൻ എന്ന പേര് എഴുതിയിട്ടുള്ള ബോക്സാണ് അവർ പറയുന്ന പ്രൈമറി ബോക്സ് എന്ന് പറയുന്നത്. അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ കവർ നഷ്ടപ്പെട്ടാലും ഒന്നും പ്രശ്നമില്ല, പക്ഷേ ആ ബ്രാൻഡഡ് സാധനം വരുന്ന അവരുടേതായിട്ടുള്ള ആ പാക്കിംഗ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ ആയാലും റീഫണ്ട് ആയാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലോണം 2 സൈസ് നീളം കൂടിയിട്ടുള്ളത് തന്നെയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് മറ്റേതിനേക്കാളും നല്ലോണം നീളം കൂടുതലുണ്ട്. എന്നാലും നമുക്കൊന്ന് സ്കെയിൽ വെച്ച് മെഷർ ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് നോക്കാം.
അതപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മോളതൊരു സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ആളുടെ കാലിന് വേണ്ടത് ഒരു 26.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് പാകമായിരിക്കുന്നത്. ഇപ്പോൾ ഇട്ട് നോക്കിയപ്പോഴും നല്ല കറക്റ്റ് സൈസാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾക്ക് ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്ലസ് മെമ്പർഷിപ്പാണ്. അതായത് നമ്മൾ ഓരോ 250 രൂപയുടെ പർച്ചേസിങ് നടത്തുമ്പോഴും ഫ്ലിപ്കാർട്ട് നമുക്ക് ഓരോ പോയിൻ്റ്, അതായത് ഓരോ കോയിൻ നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ കോയിൻ തരാമെന്ന് നമ്മളൊരു പോയിൻ്റ് എന്നുള്ള ഒരു നിലയ്ക്ക് അങ്ങനെ നമ്മളൊരു 50 പോയിൻ്റ് അച്ചീവ് ചെയ്യണ സമയത്ത് നമ്മളൊരു ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പറായി മാറും. ഈ ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പറായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ 500 രൂപയുടെ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഓർഡർ ചെയ്ത് അത് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ റിട്ടേൺ കൊടുക്കുന്ന ഡേറ്റ് ഉണ്ടല്ലോ, ആ റിട്ടേൺ കൊടുക്കുന്ന ഡേറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഈ കോയിൻ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോയിൻ കിട്ടില്ല. അപ്പോൾ ആ റിട്ടേൺ ഡേറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് ആ കോയിൻ ആഡ് ആവും. അപ്പോൾ അതിൻ്റെ പറയുന്നത് ഫ്രീ ഡെലിവറിയാണ് ഏറ്റവും അവരൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഫ്ലിപ്കാർട്ടിലുള്ള എല്ലാ പ്രൊഡക്ഷനും ഫ്രീ ഡെലിവറി ഇല്ല. എഷ്യൂർഡ് ആയിട്ടുള്ള ഐറ്റംസ് 500 രൂപയ്ക്ക് താഴെയുള്ളതിന് ഒരു ഡെലിവറി ചാർജ് വരുമല്ലോ, ഒരു 40 രൂപയൊക്കെ, ആ ഒരു ചാർജ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ പലരും തെറ്റിദ്ധരിച്ചിരിക്കും എല്ലാ ഐറ്റംസിനും ഫ്രീ ഡെലിവറി ആണെന്ന്. അങ്ങനെയില്ല. അതുപോലെ നമ്മൾക്ക് ഓരോ ഫെസ്റ്റിവൽ സീസണിൽ അവർ ഓരോ സെയിലുകൾ ഉണ്ടാവുമല്ലോ, ആ ഒരു സെയിലുകൾക്ക് നമ്മൾ ഈ പ്ലസ് മെമ്പേഴ്സിന് 1 മണിക്കൂർ മുമ്പ് അവർ ഈ സെയിലിൻ്റെ ഡീല് നമ്മളതിനെ അറിയിക്കും. അപ്പോൾ നല്ല ഓഫറിലെ വിലക്കുറവിലൊക്കെ നമ്മൾക്ക് പ്ലസ് മെമ്പേഴ്സിന് ആദ്യം അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ പർച്ചേസിനും നമുക്ക് മാക്സിമം കിട്ടാവുന്ന കോയിൻ എന്ന് പറയുന്നത് 10 എണ്ണമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു 10,000 രൂപയുടെ ഒരു ഐറ്റം വാങ്ങിച്ചാലും അതിൽ നമുക്ക് 10 കോയിനേ കിട്ടുള്ളൂ. അതായത് മാക്സിമം ഒരു പർച്ചേസിൽ 10 കോയിൻസ് ലഭിക്കുള്ളൂ. അങ്ങനെ നമ്മൾ 50 കോയിൻസ് നമുക്ക് കിട്ടുമ്പോൾ മാത്രം നമ്മളൊരു പ്ലസ് മെമ്പർ ആകും. അപ്പോൾ നമുക്ക് ഫ്രീ ഡെലിവറിയാണ് ഈ അഷ്വർഡ് ഐറ്റംസിന് മാത്രം കേട്ടോ. അതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറി, ഇപ്പോൾ 2 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഡെലിവറി കിട്ടും. അതുപോലെ നമ്മൾ കസ്റ്റമർ സർവീസിലേക്കൊക്കെ വിളിക്കുമ്പോൾ നമ്മളൊരു പ്ലസ് മെമ്പർ ആണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി ബെറ്റർ സർവീസ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള പിന്നെ നമ്മൾക്ക് ഈ കിട്ടിയ കോയിൻസ് തന്നെ നമ്മൾക്ക് അത് വേറെ ഫെസിലിറ്റീസായിട്ട് കൺവേർട്ട്, സിനിമ ടിക്കറ്റ് എടുക്കാൻ അതിനൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും നമുക്ക് പറ്റും. ഞാനിപ്പോൾ ഒരു 50 കോയിൻ ഏൺ ചെയ്ത ഇപ്പോൾ ഞാനൊരു പ്ലസ് മെമ്പർ ആയിക്കഴിഞ്ഞു. ഈ 228 രൂപയുടെ ഈ ഗ്ലൂ ഗൺ നമ്മൾ ഒരു അഷ്യൂർഡ് ആയിട്ടാണ്. പക്ഷേ 500-ൽ താഴെ ആയതുകൊണ്ട് നമ്മളൊരു 40 രൂപയെങ്കിലും ഇതിന് ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഞാനൊരു പ്ലസ് മെമ്പർ ആയതുകൊണ്ട് ഇവിടെ ഫ്രീ ഡെലിവറി എന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. കണ്ടോ, ഇവിടെ ഷിപ്പിംഗ് ചാർജ് 40 എന്നുള്ളത് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു ഫ്രൈങ് പാൻ്റെ സെറ്റാണ്, അതായത് നോൺ സ്റ്റിക്ക് ഒരു സെറ്റാണ്. 4 പാത്രങ്ങളും ഒരു അടപ്പും കൂടിയിട്ടുള്ള ഒരു സെറ്റാണ്. ഇത് നമ്മൾക്കിപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ വാങ്ങിക്കാൻ ഇപ്പോൾ നമുക്ക് പറ്റില്ലാത്ത സാഹചര്യമാണെങ്കിൽ നമ്മളത് വിഷ് ലിസ്റ്റിലിട്ട് വയ്ക്കുക. അതായത് ഒരു ഹാർട്ട് സിമ്പിൾ കാണാനില്ലേ, അവിടെ ഒന്ന് ടച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അത് നോക്കണമെങ്കിലും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതാ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ അപ്പുറത്തുള്ള 3 ലൈൻ കാണുന്നില്ലേ, അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷ് ലിസ്റ്റ് ഒരു ലിസ്റ്റ് വരും. അതിൽ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പ്ലസ് മെമ്പർ അല്ലെങ്കിൽ കൂടിയും നമുക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ എങ്ങനെ ഐറ്റംസ് വാങ്ങിക്കാം നോക്കാം. അതായത് അഷ്യൂർഡ് ഐറ്റംസ് കേട്ടോ. അപ്പോൾ നമ്മൾ അഷ്യൂർഡ് ഐറ്റംസ് മാത്രമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫിൽറ്റർ അഷ്വേർഡ് എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അഷ്വേർഡ് ഐറ്റംസ് മാത്രമേ നമുക്ക് കാണിക്കുള്ളൂ. അവിടെ അപ്ലൈ എന്ന് അമർത്തി കഴിഞ്ഞാൽ ഇനി വരുന്ന ഐറ്റംസ് അഷ്വേർഡ് ഐറ്റംസ് മാത്രമാണ് കാണിക്കുക. അപ്പോൾ അതിലെല്ലാം ഞാൻ 500 രൂപയുടെ താഴെയുള്ള ചുരിദാറുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന് 439 രൂപയാണ്. അഷ്വേർഡ് ഐറ്റം ആണ്. അപ്പോൾ ഇവിടെ ഫ്രീ ഡെലിവറി എന്ന് കാണിക്കുന്നത് ഞാനൊരു പ്ലസ് മെമ്പർ ആയതുകൊണ്ടാണ്. അതല്ലാത്ത ഒരാൾക്ക് 40 രൂപ ഡെലിവറി ചാർജ് വേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുക, 2 ഐറ്റംസ് ഇങ്ങനെ ഒരുമിച്ച് ആഡ് ടു കാർട്ട് എന്നുള്ളതിൽ ആഡ് ചെയ്തിടുക. 2 എണ്ണം ഒരുമിച്ച് ഇടുമ്പോൾ അത് രണ്ടും കൂടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 838 രൂപയായിട്ടുണ്ട്. അപ്പോൾ 500-ന് മുകളിലായതുകൊണ്ട് അതിൻ്റെ ഡെലിവറി ചാർജ് നമുക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമ്മൾക്ക് ആ റേറ്റ് 500-ന് മുകളിലാക്കിയിട്ട് ഒരുമിച്ച് കാർട്ടിലിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ
ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നുമല്ല. ഞാൻ അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും പ്രോഡക്റ്റ്സ് വാങ്ങിക്കാറുണ്ട്. പക്ഷേ നമുക്കൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ റിട്ടേൺ ചെയ്യണം. അതിൻ്റെ ഫോർമാലിറ്റീസ് ഒരുപാട് ഡിഫിക്കൽട്ടാണ്. അതായത് നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് കൊറിയർ സർവീസ് വഴി നമുക്ക് അവർ അയച്ചു കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ റീഫണ്ട് പൈസ ബാങ്കിലേക്ക് വരാൻ ഒരു 3 ആഴ്ചയെങ്കിലും പിടിക്കും. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നമ്മളത് റിട്ടേൺ ചെയ്തതിന് പിറ്റേ ദിവസം തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പ്രോഡക്റ്റ് കൊണ്ടുപോവുകയും ചെയ്യും. ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരികയും ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിട്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.